ഹായ് ഹലോ, ഇന്നൊരു പ്ലാന്റിൻ്റെ വീഡിയോയുമായി ആണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ വടിയായിരിക്കും കണ്ടിട്ടുണ്ടാവുക, ഇതിൻ്റെ സസ്യം കണ്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. കുറേ നാൾ മുന്നേ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിത് നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന് കരുതി പിന്നീട് വന്ന് വീഡിയോ എടുത്തതാണ്. മാഷുമാരുടെ കയ്യിലും പോലീസുമാരുടെ കയ്യിലും ഒക്കെ പണ്ട് ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഭീകരനായ ഒരു സസ്യമാണ്. ആരെങ്കിലും അതിൻ്റെ അടുത്ത് ചെന്ന് അകപ്പെട്ടു പോയാൽ ദേഹം മുഴുവനും മുറിയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ചൂരൽ. ചൂരലിൻ്റെ വടി കണ്ടിട്ടില്ലാത്ത ആരും ഇല്ല, പക്ഷേ അതിൻ്റെ സസ്യം കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് അതിൻ്റെ പ്ലാന്റ്. ഇത് വളരെ ഭീകരനായ ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഇത് ഫർണിച്ചറുകൾ ഉണ്ടാക്കാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നശിച്ചുകൊണ്ടിരിക്കുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിലൊക്കെ നമുക്ക് ഇവനെ പെടുത്താൻ സാധിക്കും. കാരണം ഇപ്പോൾ സുലഭമായി ഇത് കാണുന്നില്ല, അപൂർവമായി ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്ന മരങ്ങളിലൊക്കെ പടർന്നു കയറാനുള്ള സാധ്യതയുമുണ്ട്. ഇത് പലതരത്തിലുള്ള ചൂരലുകളുണ്ട്. ഇത് വള്ളിച്ചൂരൽ, വടിച്ചൂരൽ തുടങ്ങിയ തരത്തിലൊക്കെ കാണുന്നുണ്ട്. ഇതിൻ്റെ തണ്ടിന് മുളയോട് സാമ്യമുണ്ട്, പക്ഷേ ഇല തെങ്ങിലയോ പനയോലയോ ഒക്കെ പോലെയാണ് ഇരിക്കുന്നത്. മുള്ളുകൾ നിറഞ്ഞ മുട്ടിൽ നിന്നും ഇലത്തണ്ടുകൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഇല കണ്ടില്ലേ, തെങ്ങിൻ്റെ ഇല പോലെയൊക്കെ കാണാൻ സാധിക്കുന്നു. തിരണ്ടി വാലിനേക്കാൾ ഭീകരനാണ് ഇവൻ്റെ മുള്ളുകൾ. ഇത് ചൂരലിൻ്റെ ഒരു വള്ളിയാണ്. ഇതിൻ്റെ ഓരോ മുട്ടിലും ചുറ്റിലും മുള്ളുകൾ നിറഞ്ഞാണ് ഇരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഫർണിച്ചറുകൾ ഉണ്ടാക്കാനും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും ഒക്കെയാണ് ഇവ ഉപയോഗിക്കാറുള്ളത്. ഇത് തിരണ്ടി വാലിനേക്കാളും ഭീകരനാണ്. ഇതിൻ്റെ മുള്ളുകൊണ്ട് പഴുത്താൽ നല്ല വേദനയൊക്കെയാണെന്നെങ്കിലും കേരളത്തിൽ 325 പരം ചൂരലുകൾ കാണപ്പെടുന്നുണ്ട്. ഇത് മരത്തിൽ ചുറ്റി കയറുന്നുണ്ട്. ഇലകളും മുള്ളുകളും ഒക്കെ ഇതിൻ്റെ ഓരോ മുട്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രധാനമായും ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പലതരത്തിൽ കാണപ്പെടുന്നുണ്ട്. പ്രധാനമായും വള്ളിച്ചൂരൽ, വടിച്ചൂരലാണെങ്കിലും ഇത് പല തരത്തിലുണ്ട്. കാട്ടുചൂരൽ, മണിച്ചൂരൽ, കുറ്റിച്ചൂരൽ, പച്ചച്ചൂരൽ, പാൽച്ചൂരൽ തുടങ്ങിയ തരത്തിലൊക്കെ ഇത് കാണുന്നുണ്ട്. ഇപ്പോൾ അപൂർവമായി കൊണ്ടിരിക്കുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ വളർച്ച വളരെ പതുക്കെയാണ് ഇത് വളരുന്നത്. സ്ലോ ഗ്രോത്താണിത്. ഇനി ഇത് എൻ്റെ രസക്കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്യണം. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ ഇടുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.